നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ചൈനീസ് ആനിമേറ്റഡ് മൂവി ആയിട്ടുള്ള നേഷ ദി റീബോൺ എന്ന മൂവിയെ പറ്റിയാണ്. അതെ, ഇത് നേഷ 1 ആൻഡ് 2 ശേഷം നടക്കുന്ന സ്റ്റോറിയാണ്. അതുകൊണ്ട് നേഷ 1 ആൻഡ് 2 കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയും, പടം കുറച്ചുകൂടി എൻഗേജിംഗ് ആയിരിക്കും. സോ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാഷ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവൾ ഒരു ബൈക്ക് റേസിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ് ഓടിപ്പോകുന്നത്. 2 പേരാണ് റേസിൽ പങ്കെടുക്കുന്നത്. അതിൽ ഇവന്റെ പേരാണ് ലീ കാഷയുടെ ബ്രദറാണ്. അതുപോലെ ഈ പടത്തിൻ്റെ ഹീറോയും ലീ തന്നെയാണ്. രണ്ടുപേരും അതിഗംഭീരമായിട്ട് തന്നെയാണ് റേസ് ചെയ്യുന്നത്. കാണികളും ആവേശത്തോടെ തന്നെ അത് കണ്ട് നിൽക്കുന്നുമുണ്ട്. വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അവൻ അതെല്ലാം തരണം ചെയ്ത് അവസാനം നല്ല സ്റ്റൈലായിട്ടൊരു ജമ്പ് നടത്തി ലീ ആ മത്സരത്തിൽ വിജയിക്കുന്നു. ഇപ്പോൾ അവൻ്റെ എതിരെ മത്സരിച്ച ആള് അയാളുടെ ഹെൽമെറ്റ് വരുന്നു. അതൊരു പെൺകുട്ടിയായിരുന്നു. അവൾ ശരിക്കും ലീയുടെ ഒരു ക്രഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലീ അവളോട് സംസാരിക്കാൻ ചെന്നതും അവളാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും കാണിക്കാതെ അവിടെ നിന്നും പോകുന്നു. ഈ സമയം മാസ്ക് വെച്ച ഒരാൾ വന്നിട്ട് നിന്റെ ബൈക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുപോലെ ഒരെണ്ണം എനിക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചതും ഹീറോ ആണെങ്കിൽ ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഒരു വോയിസ് ഓവർ കാണിക്കുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെയും ദൈവങ്ങളുടെയും നാശം സംഭവിക്കാൻ തുടങ്ങി. ദൈവങ്ങൾ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി പരസ്പരം യുദ്ധങ്ങൾ ചെയ്തു. ശേഷം സ്വർഗത്തിൽ ഒരു പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ലോകം മുഴുവനും അതനുസരിച്ച് ജീവിക്കാനും തുടങ്ങി. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഡാങ്കായ് നഗരത്തിൽ പുതിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയതും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തൽക്കാലത്തേക്ക് യുദ്ധങ്ങൾ പാടില്ല എന്നൊരു നിയമവും കൊണ്ടുവരുന്നു. അതുപോലെ ഡേ, ലിങ്, സോങ്, ഷുൺ എന്നീ 4 ഫാമിലിയിൽപ്പെട്ടവരാണ് ഇന്ന് ഡാങ്കായ് നഗരം ഭരിക്കുന്നത്. അതിലും ഏറ്റവും പവർഫുൾ ഡേ ഫാമിലിയാണ്. അതുപോലെ സമീപകാലത്തായിരുന്നു ഡാങ്കായ് നഗരത്തിൽ ജലക്ഷാമം നേരിടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ജലം സ്വർണ്ണത്തെക്കാൾ വിലമതിക്കുന്നതായി മാറിക്കഴിഞ്ഞിരുന്നു. അതുപോലെ ഡേ ഫാമിലിയാണ് നഗരത്തിലേക്കുള്ള ജലം വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ ലീനെ കാണിക്കുന്നു. അവൻ സ്മഗ്ലിംഗ് നടത്തുന്ന ഒരു മാഫിയയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അവൻ അവിടെ ചെന്നതും അവർ അവന് ഒരു പെട്ടി കൊടുക്കുന്നു. അവൻ അത് എടുത്തുകൊണ്ട് മറ്റൊരിടത്ത് നിന്ന് അതൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും അവർ കൊടുക്കുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത് ലീ ആണ്. അങ്ങനെ ഒരു ദിവസം അവർ തന്ന ഒരു ബോക്സ് ഡെലിവറി ചെയ്യാൻ പോയപ്പോഴാണ് ആ ഡെലിവറി അഡ്രസ്സ് തെറ്റായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നത്. അവൻ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി അത് തുറന്നു നോക്കി. അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. ആ പൂച്ചക്കുട്ടി വളരെ ക്യൂട്ട് ആയതുകൊണ്ട് തന്നെ അതിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരാതെ അവൻ അതിനെ എടുത്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് ചെല്ലുന്നു. അവിടെയായിരുന്നു അവന്റെ സഹോദരി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൾ ഒരു സിംഗർ ആയിരുന്നു. അവൾ അവളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വന്നതും അവൻ അവൾക്ക് ആ പൂച്ചക്കുട്ടിയെ കൊടുത്തതും അത് കണ്ട് അവൾ വളരെ സന്തോഷിക്കുന്നു. അതിനുശേഷം മറ്റു 2 പേരെ കൂടി കാണിക്കുന്നുണ്ട്. ഇവരാണ് ഈ പടത്തിലെ വില്ലന്മാർ. അതുപോലെ നഗരത്തിലേക്കുള്ള ജലം വിതരണം ചെയ്യുന്ന ഡേ സമൂഹത്തിൽപ്പെട്ടവരാണ് ഇവർ. അവരെന്തോ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അവിടേക്ക് വരുന്നു. വില്ലൻ ഹീറോന്റെ ബൈക്ക് കണ്ട് ഇഷ്ടപ്പെടുകയും വില്ലന് ഹീറോന്റെ ബൈക്ക് ഇഷ്ടപ്പെടുകയും തനിക്കത് വേണം, എത്ര പണം വേണമെങ്കിലും തരാമെന്നും പറയുന്നു. എന്നാൽ ലീ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ വേഗം അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അവിടുന്ന് പോകുന്ന ലീ നേരെ ചെല്ലുന്നത് അവന്റെ വീട്ടിലാണ്. എന്നാൽ വീട്ടിലെത്തിയ ലീനെ അവൻ ചെയ്യുന്ന തൊഴിലിനെ പറ്റി പറഞ്ഞ് അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറയുന്നു. അവസാനം ഉപദേശം സഹിക്കാൻ വയ്യാതെ അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം നിർത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നു. നീ നിന്റെ തൊഴിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല ആ ദേ സമൂഹവും വളരെ മോശപ്പെട്ടവരാണ്, അവർ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് കുറച്ച് വണ്ടികൾ അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് വില്ലന്മാരുടെ ആളുകളായിരുന്നു. നിന്റെ ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നേടാണ്ട് ഞാൻ അടങ്ങില്ല. ആയിരിക്കാം, എന്നാൽ അത് ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ വണ്ടി എടുക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ബൈക്കേഴ്സിനെയൊക്കെ വെട്ടിച്ച് എന്നിട്ട് വില്ലന്റെ കാറിന്റെ മുകളിലൂടെ കയറ്റി ജമ്പ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നു. വില്ലന്മാരും അവനെ വിടാതെ പുറകെ തന്നെ വരുന്നു. അങ്ങനെ ജെയ്സിന്റെ അവസാനം വില്ലന്റെ കാർ മറിഞ്ഞതും ഹീറോ അത് കണ്ട് അവന്റെ ബൈക്ക് നിർത്തിയതും പെട്ടെന്ന് വില്ലന്റെ പുറകിൽ നിന്നും ഒരു രൂപം പുറത്തു വന്ന് അത് ഹീറോന്റെ നേരെ ഐസുകൾ അയച്ച് അവനെ ആക്രമിക്കുന്നു. ശരിക്കും വില്ലനായി വന്നത് വേറെ ആരുമല്ലായിരുന്നു, അത് നമ്മുടെ ആവൂബിയായിരുന്നു. ഞാൻ അപ്പളേ പറഞ്ഞല്ലേ, ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നേടാണ്ട് അടങ്ങില്ല എന്ന് പറഞ്ഞവൻ ഹീറോയിന്റെ ബൈക്കിന്റെ അടുത്തേക്ക് ചെന്നതും ആ പൂച്ചക്കുഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നതും അവൻ അതിനെ പിടിച്ചിട്ട് കൊന്നുകളയുന്നു. അത് കണ്ടതും അവന്റെ ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ആവുന്ന പോലെ തോന്നുന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും തീ വരാൻ തുടങ്ങി. അവന്റെ ദേഹം മുഴുവനും തീ കൊണ്ട് കത്തിജ്വലിച്ചു. അവൻ അതിവേഗത്തിൽ ചെന്ന് ആവോപിക്കിട്ട് ആ തീയോട് കൂടി ഒരു ഇടി കൊടുക്കുന്നു. ആ ഇടി കൊണ്ടതും അവന്റെ കൈ വെന്തു പോകുന്നു. പെട്ടെന്ന് അവൻ പേടിച്ച് അവിടെ നിന്ന് പോവുകയും ഹീറോ മയങ്ങി വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം ആ ഒരു മാസ്ക് ഇട്ട ആള് ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആവോവിനെ കാണിക്കുന്നു. അവൻ അവന്റെ പരിക്ക് ഗുണപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അതിന്റെ വേദന അവന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അവന്റെ അച്ഛനെ വിളിച്ചിട്ട് ഇത് അവനാണെന്ന് തോന്നുന്നു, അവനാണെങ്കിൽ നിങ്ങളുടെ മകൻ ഒരു വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ ലീനെ കാണിക്കുന്നു. അവൻ ഒരു ഹോസ്പിറ്റലിലാണുള്ളത്. അവനെ നോക്കുന്നത് ഹീറോയിൻ ഒരു ഡോക്ടറാണ്. എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രി ഉണ്ടായ പരിക്ക് ഇന്ന് രാവിലെ ആയതും അത് ഉണങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് അനിയത്തിനെ ഓർമ്മ വന്നതും അവൻ അവളുടെ അടുത്ത് നിന്ന് നോക്കിയതും ആ ഒരു കാഴ്ച കണ്ട് അവന് സഹിക്കാൻ പറ്റിയില്ല. രാത്രി ഉണ്ടായ ആ അപകടത്തിൽ അവളുടെ കാലറ്റുപോയിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കണം, ഞങ്ങൾക്ക് അവളുടെ ജീവൻ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് അവൾ അവനോട് പറഞ്ഞു. പെട്ടെന്ന് പുറത്ത് കുറച്ച് കാറുകൾ വരികയും
വരികയും അതിന്റെ ഉള്ളിൽ നിന്നും ഒരു വയസ്സായ ആൾ ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ വന്നത് ആവോബിയുടെ അച്ഛനായിരുന്നു, അതായത് ഡ്രാഗൺ കിങ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊരു വിവരമില്ല എന്ന് പറഞ്ഞ് അവന്റെ ബൈക്ക് തിരിച്ചു കൊടുക്കുകയും കൂടുതൽ കുറച്ച് സ്വർണ്ണങ്ങളും കൊടുത്ത് അവനോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ഹീറോ അത് കൈകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് നിനക്ക് ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിന്റെ മകന്റെ കാല് കൊണ്ട് നിന്നിട്ട് പറ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അത് കണ്ടതും അത് നേഷയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. എല്ലാ ജന്മങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ ഈ ജന്മത്തിൽ നടക്കുമെന്നോർത്ത് എനിക്ക് പേടിയാവുന്നു. ഇതിൽ എന്തെങ്കിലും വഴി ഉണ്ടാകാതിരിക്കില്ല. അവനവന്റെ ശക്തികളെ കൺട്രോൾ ചെയ്യുന്നതിന് മുന്നേ അവനെ കൊന്നുകളാ എന്ന് പറയുന്നു. ഇപ്പോൾ ലീന്റെ ബ്രദർ അവൻ ആ ഓഫർ റിജക്ട് ചെയ്തതിനെ പറ്റി പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയ ട്രക്ക് വന്ന് അവരിടിക്കുന്നു. ഹീറോ ആ ട്രക്കിന്റെ അടിയിലൂടെ കയറി രക്ഷപ്പെടുന്നു. അവസാനം താഴെ വീഴാൻ പോയ ബ്രദറിനെ രക്ഷിച്ച് അവൻ ആക്സിലേറ്റർ കൊടുത്ത് ജമ്പ് ചെയ്ത് രക്ഷപ്പെടുന്നു. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മോൺസ്റ്റർ വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും അവന്റെ ഉള്ളിൽ നിന്ന് നേഷ പുറത്തു വന്ന് ആ മോൺസ്റ്ററിനെ തൂക്കിയടിക്കുന്നു. എന്നാൽ ആ മോൺസ്റ്റർ വീണ്ടും എഴുന്നേറ്റ് വന്ന് ഹീറോയിനെ അടിക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് ആ മാസ്ക് അവിടേക്ക് വന്ന് ഹീറോയിനെ രക്ഷിക്കുന്നു. ഹീറോ, നീ ആരാ, ഇവരൊക്കെ ആരാ, ഇവിടെ എന്താ നടക്കണേ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് നോക്ക് നേഷക്കുട്ട, നീയാണെല്ലാം മറന്നു പോകുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ആവോബിനെ കാണിക്കാണ്. ഡ്രാഗൺ കിങ്, ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അച്ഛാ, ഞാനല്ലേ ഇതെല്ലാം തുടങ്ങിയത്, ഞാൻ തന്നെ ഇതെല്ലാം അവസാനിപ്പിച്ച് ആ നേഷനെ കൊന്നോളാം. എന്ത്, നീ കൊല്ലുമെന്നോ? എടാ മോനെ, വെസ്റ്റ് സീയുടെ കിങ് ആയിട്ടല്ല എന്നെ വരെ അവൻ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. 3000 വർഷമായിട്ടും അവൻ മൂലമുണ്ടായ ഈ പരിക്ക് പോലും എനിക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആരോടും ദൈവമില്ല, അവൻ്റെ ശക്തികൾ കളവുമില്ല. അവൻ മനുഷ്യന്മാരെയും കൊന്നിട്ടുണ്ട്, ദൈവങ്ങളെയും കൊന്നിട്ടുണ്ട്, മോൺസ്റ്റേഴ്സിനെയും കൊന്നിട്ടുണ്ട്. അവൻ ഒന്നിനെയും പേടിയില്ല. എന്തിനും വേണമെന്ന് വെച്ചാൽ അവൻ അവൻ്റെ അപ്പനെ വരെ കൊല്ലാൻ മടിക്കില്ല. അതാണ് നേഷ. ഇപ്പോൾ ഹീറോനെ കാണിക്കുകയാണ്. അവൻ മാസ്കിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീ ആരാ, നീ എന്തിനാ എന്നെ നേഷ എന്ന് വിളിച്ചത്? കാരണം നീയാണ് നേഷ. ചെറുപ്പത്തിൽ നിന്നോട് ആരും നേഷ, ഡ്രാഗൺ കിങ് ഇവരുടെ കഥകളൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? അതിൽ വരുന്ന അതേ നേഷ തന്നെയാണ് നീയും. ആരോടും ദയദാക്ഷിണ്യമില്ലാത്ത നേഷ. ഓരോ ജന്മത്തിലും നിനക്ക് പുതിയ രൂപം, പുതിയ പേര്, പുതിയ ബന്ധങ്ങൾ, പുതിയ ഫ്രണ്ട്സ് അവയെല്ലാം ലഭിക്കും. അതുപോലെ ആ ഡേ സമൂഹത്തിൽ ലീഡറില്ലേ, അവനാണ് ഡ്രാഗൺ കിങ്. അവന്റെ മകനില്ലേ, അവനാണ് ആവോബിൻ എന്ന് പറഞ്ഞതും ആവോബിൻ, എന്ത്, കഴിഞ്ഞ ജന്മത്തിൽ നേഷയായിരുന്നു എന്നെ കൊന്നത്? അതെ, ജീവൻ പോയ നിന്നെ നിന്റെ അച്ഛൻ മുഴുവൻ പവർ ഉപയോഗിച്ച് ഒരു ഡ്രാഗന്റെ നട്ടലൂരി നിന്റെ ശരീരത്തിൽ വെച്ചിട്ടാണ് നിനക്ക് ജീവൻ തന്നത്. നിനക്കുണ്ടായ പരിക്കുകളാണ് നിന്റെ ഓർമ്മകളെ നശിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഡ്രാഗൺസ് എല്ലാം ഒന്നു ചേർന്ന് ആ നേഷ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ കൊണ്ട് തന്നെ അവനെ കൊന്ന് അവനെ ആത്മഹത്യ ചെയ്യിപ്പിച്ചു. എന്നാൽ അവന്റെ ആത്മാവ് മാത്രം എങ്ങനെയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പല പിറവികളായി ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നേഷ എന്ന് തോന്നുന്നവരെല്ലാം കൊന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിലുള്ളത് തീയുടെ ശക്തി മാത്രമാണ്. അത് പുറത്തു വന്നാലോ ചുറ്റുമുള്ള എല്ലാം കരിഞ്ഞു പോകുന്നതല്ലാതെ വേറൊരു ഉപകാരവും ഇല്ല. നീ എന്താ പറയുന്നത്? നീ നേഷയുടെ പുനർജന്മമാണ്. അവനുള്ളിടത്ത് അവന്റെ ചുറ്റും അളവില്ലാത്തത്ര തീ ഉണ്ടാകും. അത് നീ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നേഷയാണെങ്കിൽ നീ ആരാ എന്ന് ചോദിച്ചത് മാസ്ക് അതിന് ഉത്തരം കൊടുക്കാതെ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഡ്രാഗൺ കിങ്ങിനെ കാണിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ജന്മമാണ് അവൻ ഇത്തവണ എടുത്തിരിക്കുന്നത്. ഇത്തവണ അവന് വീഴ്ത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇത്തവണ ഡ്രാഗൺ മുത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആരെ കൊണ്ടാണോ അവനെ തോൽപ്പിക്കാൻ കഴിയുക അവനെ ഇറക്കണം എന്ന് പറഞ്ഞത് നേരെ കാണിക്കുന്നത് നമ്മുടെ മാസ്കിനെയാണ്. ഡ്രാഗൺ കിങ് മാസ്കിന്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് പണം കൊടുത്തിട്ട് ഇത്തവണയും നേഷ പുനർജനിച്ചിട്ടുണ്ട്, നീ അവനെ കൊല്ലണമെന്ന് പറഞ്ഞതും, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ. വെറുതെ അഭിനയിക്കാതെ, നേഷ ആരാന്ന് നിനക്കറിയാമെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പണം എടുത്തിട്ട് നീ നിന്റെ കാര്യം നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞതും ആ മാസ്ക് ആ പണം മേടിക്കുന്നു. അടുത്ത സീനിൽ ഹീറോ അവന്റെ ബൈക്ക് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ പഴയ ജന്മത്തിലെ ഓർമ്മകൾ വന്നതും അവന്റെ ബോഡിയിൽ നിന്നും തീ പുറത്തു വന്ന് അവിടെ മൊത്തം കത്തുന്നു. അതുകൊണ്ട് അവൻ എങ്ങനെയും തന്റെ പവർ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ച് നേരെ മാസ്കിന്റെ അടുത്ത് സഹായത്തിന് ചെല്ലുന്നു. അവൻ തന്റെ പവർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചതും ഇല്ല, പറ്റത്തില്ല, സഹായിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തിരിക്കുന്ന കൂട്ടൊരു ബൈക്ക് നിനക്ക് വേണ്ട അല്ലേ? ശരി, വേണ്ടെങ്കിൽ വേണ്ട, വിട്ടേക്ക്. എനിക്ക് നിന്റെ ബൈക്കിനെക്കാളും നല്ലൊരു ബൈക്ക് ചെയ്തു തരുമെന്ന് മാസ്ക് ചോദിച്ചതും അവൻ ഓക്കെ പറയുന്നു. അങ്ങനെ ട്രെയിനിങ് ആരംഭിക്കുന്നു. ഹീറോ ആണെങ്കിൽ അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ കഷ്ടപ്പെട്ടപ്പോൾ അവനാണെങ്കിൽ അവിടുത്തെ ടൂൾസുകൾ ഉപയോഗിച്ച് അവന്റെ തീ അണയ്ക്കുന്നു. അതിനുശേഷം ഹീറോയ്ക്ക് തന്നെയായിട്ട് ഒരു സ്യൂട്ട് റെഡിയാക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആദ്യത്തെ ശ്രമമാണെങ്കിൽ പരാജയമായിരുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ അനിയത്തി നടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നത് അവൻ കാണുന്നു. അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതേ ദേഷ്യം അവൻ ട്രെയിനിങ്ങിൽ കാണിച്ചതും ആ സ്ഥലം മുഴുവനും തീ പടരുന്നു. അങ്ങനെ അവൻ പതിയെ ട്രെയിൻ ചെയ്ത് തന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയും അവന് വേണ്ടി തന്നെ ഒരു പ്രത്യേക സ്യൂട്ട് അവൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഹീറോയും മാസ്കും ഏറ്റുമുട്ടുന്നു. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ കിടിലനാണ്. ഹീറോയും തന്റെ പവറുകളൊക്കെ കൺട്രോൾ ചെയ്ത് നന്നായിട്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാലും അവന് മാസ്കിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയുന്നില്ല. അങ്ങനെ ഫൈറ്റിന്റെ ഇടയിൽ അവസാനം അവന്റെ മാസ്ക് തെറിച്ചു പോകുന്നു. അപ്പോഴാണ് അവന്റെ മുഖം കാണിക്കുന്നത്. അവനൊരു കുരങ്ങനാണ്. ഹീറോ, നീ ആരാ
എന്ന് ചോദിച്ചതും നീ കേട്ടിട്ടില്ലേ ആ പഴങ്കാലത്തെ 6 കാതുകളുള്ള കുരങ്ങ്, അത് ഞാനാണ്. അതൊരു ദുഷ്ടനായിട്ടുള്ള കുരങ്ങാണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഉടനെ അവൻ ദേഷ്യത്തോടെ ദുഷ്ടൻ നീയാടാ, നീ ആരാന്ന് നിനക്കറിയാവോ, നീ എത്ര കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നറിയോ, നീ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയോ, നീ കാരണം എത്ര പേർ ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയോ, നീ ഒരു രാക്ഷസനാടാ എന്നവൻ പറഞ്ഞതും നമ്മുടെ ഹീറോയിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന നേഷ ആരെപ്പറ്റിയാടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് പുറത്ത് വന്ന് ഒരു നിൽപ്പങ്ങ് നിൽക്കുന്നു, അതും 3 തലയോടുകൂടി. അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നേഷയെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും നേഷ മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഹീറോ നേഷയെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്നാൽ അവനെ കൊണ്ട് കഴിയുന്നില്ല. എന്താ എന്നെ കൊണ്ട് കഴിയാതെ എന്ന് അവൻ ചോദിച്ചതും നീ വിചാരിക്കും പോലെയല്ല, അവനൊരു ആത്മാവാണ്, അവൻ നീ വിചാരിക്കുമ്പോഴൊന്നും പുറത്തു വരണമെന്നില്ല. നേഷ അവന് വേണ്ടപ്പോൾ മാത്രമേ അവൻ പുറത്തു വരികയുള്ളൂ. ഇതിനു മുമ്പ് അവൻ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ചിലരൊക്കെ താൻ നേഷയാണ് എന്ന് അറിയുന്നതിന് മുന്നേ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. നിനക്ക് അവന്റെ പവറുകൾ ഉപയോഗിക്കണമെങ്കിൽ അവന്റെ ചുവന്ന റിബണും പറക്കാൻ കഴിയുന്ന ആ തീച്ചക്രവും വേണം എന്ന് പറയുന്നു. ഇപ്പൊ ആവോബിനെ കാണിക്കുകയാണ്. അവന്റെ കൂടെയുള്ള ആൾ നീ ഇങ്ങനെ എടുത്തിയാടി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആവോബി ആണെങ്കിൽ അതൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇന്ന് തന്നെ പ്രതികാരം ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കിയാലോ, എന്റെ കൈ കൊണ്ട് അവൻ മരിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ അയാൾ കണ്ണിലൂടെ തന്റെ പവർ കാണിക്കുന്നു. ഇപ്പോൾ ഹീറോനെ കാണിക്കുകയാണ്. അവൻ സ്യൂട്ടൊക്കെ ധരിച്ച് ഹീറോയിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും ആരോ ഒരാൾ ഹീറോയിനെ ഒരു അമ്പ് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. അവൻ ഹീറോയിനെ രക്ഷിച്ച് അവനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എവിടുന്നു ആ ഒരു കുന്തം ഹീറോയിന്റെ നേരെ വരുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് കുന്തമല്ല, ഹീറോയിന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളുടെ നാക്കായിരുന്നുവെന്ന്. അടുത്ത സീനിൽ അയാൾ രൂപം മാറി നിലത്ത് വന്നിട്ട് നിൽപ്പങ്ങ് നിൽക്കും. അത് വേറെ ആരുമല്ല, നേഷ 1 and 2 അതേ വാട്ടർ മോൺസ്റ്റർ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് വാട്ടർ മോൺസ്റ്ററും ഹീറോയും തമ്മിലുള്ള ഫൈറ്റ് ആണ്. അവൻ നാക്കുപയോഗിച്ച് ഹീറോയിനെ കുത്താൻ ചെന്നതും നേഷ പുറത്ത് വന്ന് അതിനെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ അവസാനം ഹീറോ തന്റെ ആയുധം ഉപയോഗിച്ച് വാട്ടർ മോൺസ്റ്ററിനെ കീഴ്പ്പെടുത്തുന്നു. ഹീറോയിൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവനെ കൊല്ലാതെ വിട്ട് ലാസ്റ്റ് ആയിട്ടൊരു വാണിംഗ് കൊടുത്ത് അവനെ പറഞ്ഞു വിടുന്നു. കഴിഞ്ഞിട്ട് ഹീറോയിൻ വന്നിട്ട് പറയാണ്, ഞാൻ ഇവിടെ നോക്കിക്കോളാം, നീ ചെന്ന് നിന്റെ അച്ഛനോട് സംസാരിക്കുക എന്ന് പറഞ്ഞതും ഹീറോ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ ഹീറോയിനെ പറ്റിയായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ലീ ചെറുപ്പം മുതലേ ഒരു പ്രശ്നക്കാരനാണ്, അവൻ ഒരുപാട് വഴക്കുണ്ടാകും, എന്നാൽ വലുതാവുമ്പോഴെങ്കിലും ഇത് മാറുമെന്നാണ് വിചാരിച്ചത്, എന്നാൽ ഇപ്പോഴാണെങ്കിൽ അവൻ കാരണം നിങ്ങൾക്കും എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് പേടിയാണ് എന്ന് തന്റെ അച്ഛൻ പറയുന്നത് കേട്ട് ഹീറോയ്ക്ക് വല്ലാണ്ട് സങ്കടമാവുന്നു. അപ്പോൾ ഹീറോയിൻ വന്ന് ഹീറോയിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഷ കൺ തുറക്കുന്നു. എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയതും ഹീറോ നിനക്ക് പോകണ്ട എന്ന് പറഞ്ഞതും എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നു. ഇത്രയും നാളും തന്റെ 2 കാലുകൾ കൊണ്ടും തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് നടന്ന അവൾ ഇപ്പോൾ തനിക്ക് അതിൽ ഒരു കാലില്ല എന്ന് അറിഞ്ഞതും അവൾക്ക് ആ സങ്കടം താങ്ങാനാവാതെ അവൾ പൊട്ടിക്കരയുന്നു. ഇതേ സമയത്താണ് ഒരാൾ വന്നിട്ട് ഹീറോയിന്റെ സ്യൂട്ടിന്റെ നട്ടും ബോൾട്ടൊക്കെ അഴിക്കുന്നത് ഇവൾ കാണുന്നത്. അവൾ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയും അവൻ അവളെ പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൾ എങ്ങനെയോ അവന്റെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വില്ലന്മാരുടെ ആളുകൾ വന്നിട്ട് വീണ്ടും ആ ഹോസ്പിറ്റലിനെ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയും പെട്ടെന്ന് തന്നെ സ്യൂട്ടൊക്കെ ഇട്ട് വന്ന് അവിടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു വലിയ മിന്നിന്റെ വാലിൽ നിന്ന് വരുന്ന ബോംബ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവരെ ആക്രമിക്കുന്നത്. തന്റെ സ്യൂട്ടിന് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ ഹീറോ തന്റെ ഫുൾ പവർ ഉപയോഗിക്കാണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളിലുണ്ടായിരുന്ന നേഷയെ പുറത്തു കൊണ്ടുവന്ന് സഹായിക്കാൻ പറയുന്നു. നേഷയും പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. എന്നാൽ സഹായിക്കാണ്ട് കൈയും കെട്ടി അവിടെ തന്നെ നിന്നിട്ട് അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ട് തന്നെ ആ ബോംബുകളൊക്കെ വന്ന് വീണ് ഹോസ്പിറ്റൽ തകർന്ന് കത്തി നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കണ്ടൊരു ദേഷ്യം കയറുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ചെന്ന് ആ മീനുണ്ടാകുന്ന ലോറി അങ്ങ് മറിച്ച് കളയുന്നു. പെട്ടെന്ന് തന്നെ വേറൊരു പെണ്ണ് വന്നിട്ട് ഹീറോയായിട്ട് ഫൈറ്റ് ചെയ്യണം. അവൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഹീറോയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഹീറോ അവളുടെ യന്ത്ര കൈകളിൽ പിടിച്ച് അവളെ തടഞ്ഞു നിർത്തിയതും അവൾ ആ കൈകൾ ഊരിക്കളഞ്ഞ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം ഹീറോ തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അച്ഛനാണെങ്കിൽ അപകടം പറ്റി മരിക്കാറായി കിടക്കുകയാണ്. എനിക്ക് സന്തോഷമായി, അസാധാരണ കഴിവുകളുള്ള ഒരു മകനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അച്ഛനും മരിച്ചു പോവുകയാണ്. ഹീറോ ആണെങ്കിൽ അടുത്ത് വന്ന് പൊട്ടിക്കരയുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, റിവെഞ്ച് എടുക്കാനായി അടുത്ത നിമിഷം തന്നെ ഹീറോ പുറപ്പെടുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.